താൻ ഉയർത്തിയ വിഷയങ്ങളിൽ ജനങ്ങളുടെ അഭിപ്രായം തേടി PV അൻവർ MLA ഗൂഗിൾ ഫോം പ്രസിദ്ധീകരിച്ചു. നമ്മുടെ കേരളം ഈ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടുവോ എന്ന തലക്കെട്ടിലാണ് ചോദ്യങ്ങളടങ്ങിയ ഗൂഗിൾ ഫോം. താൻ ഉന്നയിച്ച ആരോപണങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളാണ് എന്നും അതൊക്കെ ഇന്നും ചോദ്യചിഹ്നമായി ഇവിടെ തന്നെയുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്കിലൂടെ അൻവർ യെസ് നോ മറുപടി തേടി ഗൂഗിൾ ഫോമിലൂടെ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. താൻ ഉന്നയിച്ച വിഷയങ്ങളിൽ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. 7 ചോദ്യങ്ങളാണ് ഗൂഗിൾ ഫോമിലുള്ളത്. ഒന്നാമത്തെ ചോദ്യം: പൊതുസമൂഹത്തിന്റെ മുന്നിൽ കഴിഞ്ഞ കുറെ ദിവസമായി പോലീസിനെതിരെ ഞാൻ വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ചോദ്യം 2: കേരള പോലീസിലെ ചെറിയൊരു വിഭാഗം വർഗീയ ശക്തികൾക്ക് അടിമപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? ചോദ്യം 3: പച്ചയായ തെളിവുകൾ ഉണ്ടായിട്ടും കേരളീയ സമൂഹത്തെ ബാധിച്ച പ്രമാദമായ ചില കേസുകൾ പോലീസ് അട്ടിമറി നടത്തിയോ? 4: സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർഭയത്തോടെ പ്രവർത്തിക്കാൻ ആഭ്യന്തര വകുപ്പ് പിന്തുണ നൽകുന്നുണ്ടോ? ചോദ്യം 5: പൊതുസമൂഹത്തിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തത തകർന്നിട്ടുണ്ടോ? ചോദ്യം 6: ഞാൻ ഉയർത്തിയ വിഷയങ്ങളിൽ പ്രതിപക്ഷ നേതാക്കൾ സത്യസന്ധമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടോ? ചോദ്യം 7: കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും ഉന്നതരായ നേതാക്കൾ തമ്മിൽ അവിഹിതമായ ബന്ധം നിലനിർത്തുന്നുണ്ടോ? താൻ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ആലോചന തുടങ്ങിയതായി MV ഗോവിന്ദൻ മാസ്റ്റർക്ക് മറുപടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അൻവർ അറിയിച്ചിരുന്നു. പാർട്ടിയോട് ഇടഞ്ഞ അൻവറിനെ കൈവിടില്ല എന്ന സൂചന നൽകി KT ജലീലും രംഗത്തുണ്ട്. അൻവർ ഉയർത്തിയ വിഷയം പ്രസക്തമെന്ന് KT ജലീൽ പറഞ്ഞിട്ടുണ്ട്. അൻവർ പാർട്ടി പ്രവർത്തകരുടെ വികാരവും ജലീൽ സംഘപരിവാർ വിരുദ്ധതയും ഉയർത്തിയാണ് സർക്കാരിനെയും പോലീസിനെയും വിമർശിക്കുന്നത്. ഒക്ടോബർ 2-ന് ശേഷം പരസ്യമായ നിലപാടിലേക്ക് താൻ എത്തുമെന്നാണ് ജലീലിന്റെ മുന്നറിയിപ്പ്. അതൊരു ഭാഗത്ത് അങ്ങനെ നടക്കുമ്പോൾ മലപ്പുറത്തെ 16 മണ്ഡലങ്ങളിലും പര്യടനം നടത്തി പ്രസംഗിക്കുമെന്നും ഇനി കാണാൻ പോകുന്നത് പുതിയൊരു അൻവറിനെയാകുമെന്നും MV ഗോവിന്ദനുള്ള മറുപടിയിൽ അൻവർ വ്യക്തമാക്കിയത് ചില വ്യക്തമായ പ്ലാനുകളോടെ തന്നെയാണ്. യഥാർത്ഥ സഖാക്കൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി അൻവർ പറയുന്നു. CPM പറഞ്ഞത് ഞാൻ അനുസരിച്ചു, പക്ഷേ തന്റെ അഭ്യർത്ഥന CPM കേട്ടില്ല. സ്വർണ്ണക്കടത്തിലടക്കം അന്വേഷണം നടത്തുന്നില്ല. പാർട്ടിക്കെതിരെ താൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ സാധാരണ ജനങ്ങൾക്കൊപ്പമാണെന്നും അൻവർ ആവർത്തിച്ചു വ്യക്തമാക്കുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അൻവറുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കുന്ന കാര്യം വ്യക്തമാക്കിയിരുന്നത്. അൻവറുമായി ഇനി പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല. അൻവർ ഉന്നയിച്ച പരാതികൾക്ക് എല്ലാ പരിഗണനകൾ നൽകിയിട്ടും അൻവർ പരസ്യ ആരോപണം തുടരുകയായിരുന്നു. CPM-നെ ഇല്ലായ്മ ചെയ്യാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല. LDF-ഉമായുള്ള ബന്ധം വിച്ഛേദിച്ചെന്ന് അൻവർ തന്നെ വ്യക്തമാക്കിയതാണ്. പാർലമെന്ററി പാർട്ടി അംഗത്വം അൻവർ സ്വയം വലിച്ചെറിഞ്ഞു. പാർലമെന്ററി പാർട്ടി അംഗത്വം സ്വയം ഉപേക്ഷിച്ചതിനാൽ അൻവറുമായുള്ള എല്ലാ ബന്ധവും പാർട്ടി ഉപേക്ഷിക്കുകയാണ്. നിലവിൽ പാർട്ടി അംഗമല്ലാത്തതിനാൽ തന്നെ മറ്റൊന്നും ഇതിൽ ആവശ്യവുമില്ല. ഇങ്ങനെയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരുന്നത്. അൻവർ പ്രതിപക്ഷത്തിന്റെ കയ്യിലെ കോടാലി എന്നും ഗോവിന്ദൻ മാസ്റ്റർ വിമർശിക്കുകയുണ്ടായി. അൻവറിനെതിരെ സഖാക്കളും പാർട്ടിയെ സ്നേഹിക്കുന്നവരും രംഗത്തിറങ്ങണം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് അൻവറിന് ധാരണയില്ല. കോൺഗ്രസ് പാരമ്പര്യമുള്ളയാളാണ് അൻവർ. സാധാരണക്കാരുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടല്ല അൻവർ സംസാരിക്കുന്നത് എന്നുകൂടി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. CPM-ന്റെ സംഘടനാ രീതിയും നയവും അൻവറിന് അറിയില്ല. ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിച്ച ശേഷമാണ് അൻവർ പരാതി നൽകിയത്. അൻവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമല്ല, പാർലമെന്ററി അംഗം മാത്രമാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ ആദ്യം പരാതി ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് അൻവർ പരാതി നൽകിയത്. പരസ്യ നിലപാട് ആവർത്തിക്കരുതെന്ന് പലതവണ ഓർമ്മപ്പെടുത്തിയിട്ടും അൻവർ അച്ചടക്കം ലംഘിച്ചു. അൻവറിന്റെ പരാതി പരിശോധിക്കാതിരിക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഏതായാലും അൻവർ പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. CPM-ന് ഇനി അത്ര എളുപ്പമല്ല അൻവറിനെ പൂട്ടാൻ. കാരണം താഴെത്തട്ടിൽ ജനങ്ങൾ അൻവറിനൊപ്പമാണ് എന്നുള്ളത് ഓരോ ദിവസവും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടി സഖാക്കളുമുണ്ട് അൻവറിനൊപ്പം. പാർട്ടിയുടെ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും വന്നു നിറയുന്ന കമന്റുകൾ നോക്കിയാൽ മാത്രം മതി ഇക്കാര്യം ആർക്കും മനസ്സിലാവും. പോരാളി ഷാജി മുതൽ റെഡ് ആർമി വരെയുള്ള CPM-ന്റെ അനുകൂല സോഷ്യൽ മീഡിയ പേജുകളിൽ അൻവർ ഫാൻസിന്റെ ആറാട്ടാണ്.